പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എപ്പോഴും വലിയ വലിയ ആത്മീയ കാര്യങ്ങൾ ചെയ്യണമെന്ന നിർബന്ധമൊന്നുമില്ല. ചെറിയ സിമ്പിളായിട്ടുള്ള ആത്മീയതയിലൂടെയും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് പറ്റും. എന്നും വിചാരിച്ച് വലിയ ആത്മീയ കാര്യങ്ങളൊന്നും ചെയ്യണ്ടെന്നല്ല പറയുന്നത്. ചില വ്യക്തികളുണ്ട് ഈ വലിയ ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ വരം ലഭിച്ചവർ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വ്യക്തികൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. അതൊരു പ്രത്യേക വരമാണ്. ഒരു പ്രത്യേക കൃപ ലഭിച്ചവർക്ക് മാത്രമേ അങ്ങനെ വലിയ ആത്മീയ കാര്യങ്ങൾ ത്യാഗം ചെയ്തിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നും വിചാരിച്ച് നമുക്കിങ്ങനെ വലിയ വലിയ ആത്മീയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യാതിരിക്കരുത്. ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള ആത്മീയ പ്രവൃത്തികളിലൂടെയും നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മീയ കാര്യത്തെക്കുറിച്ച് പറയാം. ഒരു ദിവസം നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ദിവസത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അനുഗ്രഹമാകാൻ, ചെയ്യുന്നതിനൊക്കെ ഒരു ഫലം കിട്ടാനായിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ ചെറിയ കാര്യമെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രചോദനമാണ്, ചിലപ്പോൾ എഴുന്നേൽക്കുന്ന പാടെ നമുക്ക് ഫോൺ എടുത്ത് നോക്കാനായിരിക്കും നമുക്ക് പ്രത്യേകം താല്പര്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിരാവിലെ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പായിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്, എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ പദ്ധതികളും കർത്താവിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. ചിലപ്പോൾ അതൊരു 3, 4, 5 മിനിറ്റ് എടുത്തേക്കാം. ചിലർക്ക് 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും, ചിലർക്ക് 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും, ചിലർക്ക് ചിലപ്പോൾ 5 മിനിറ്റൊക്കെ വേണ്ടി വരും. നല്ല കാര്യമാണ്. പക്ഷേ നമ്മളെ ചെയ്യാൻ പോകുന്ന ഓരോരോ കാര്യങ്ങളും കർത്താവിൻ്റെ മുൻപിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ച് ദൈവ സംരക്ഷണത്തിന്, ദൈവ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് യാചിച്ചുകൊണ്ടാണ് ഒരു ദിവസം തുടങ്ങുന്നതെങ്കിൽ ആ ദിവസത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ടാവും. നിങ്ങൾ മറ്റ് ദിവസങ്ങളെ വെച്ചൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ച് തുടങ്ങുന്ന ദിവസത്തിന് എപ്പോഴും ഒരു പ്രത്യേകത ഉണ്ടാവും. കാരണം നമ്മുടെ പദ്ധതികൾ കർത്താവിൽ സമർപ്പിച്ചിട്ടാണ്, കർത്താവിൽ അർപ്പിച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഫലം കിട്ടും. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുലിഖിതം വചനം പറയാണ്, നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എല്ലാ ദിവസവും നമ്മുടെ പദ്ധതികൾ കർത്താവിൽ അർപ്പിച്ച് തുടങ്ങണമെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു വരം വേണം, അതിന് പ്രത്യേക ഒരു കൃപ വേണം. ദൈവമേ, എൻ്റെ പ്രയത്നങ്ങളും എൻ്റെ പദ്ധതികളും എല്ലാം കർത്താവിൽ അർപ്പിച്ച് തുടങ്ങുവാൻ വേണ്ടുന്ന ഒരു പ്രത്യേക കൃപ നൽകണമെന്നൊന്ന് ഈ സമയം പ്രാർത്ഥിക്കുക. അതിനായിട്ട് ഒരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.